അടിയന്തരാവസ്ഥയെ കുറിച്ച് BJP-ക്ക് ഇപ്പോ വലിയ ആശങ്ക ഉണ്ടാവുന്നു. ഇന്ന് നരേന്ദ്രമോദി അത് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഭരണഘടന ഇല്ലെന്ന് അങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയെ നിങ്ങൾ കൈവെക്കാൻ പോകുന്നു, ഈ ഭരണഘടനയെ നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു എന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണം അയോധ്യയിലും ശ്രാവസ്തിയിലും സീതാപൂരും അടക്കം എല്ലാ ദളിത് മേഖലകളിലും നിങ്ങൾക്ക് മർമ്മത്ത് പ്രഹരമേറ്റു സന്ദീപ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഭരണഘടനയെ പറ്റി വലിയ സ്നേഹമുള്ളവരാവുന്നത്. എന്താണ് ഭരണഘടന മരവിപ്പിച്ച ആ നാളുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഇപ്പോ അല്ലേ? അത് ഓർമ്മിപ്പിക്കണ്ടേ? സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ അടിച്ചമർത്തിയിട്ടുള്ള ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ 50-ാം വാർഷികം നാളെയാണ്. സ്വാഭാവികമായിട്ടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണ്ടേ? നമ്മുടെ ഭരണഘടനയെ പിച്ച് ചീന്തിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് പത്രമാധ്യമങ്ങളെ മുഴുവൻ ഇവിടെ ഹാഷ്മിക്ക് ഇത്തരം ഒരു ചർച്ച നടത്തണമെങ്കിൽ എറണാകുളം കളക്ടറുടെ പെർമിഷൻ വേണമായിരുന്നു ആ കാലത്ത്. അന്ന് സാറ്റലൈറ്റ് ടി വി ഇല്ല. ഞങ്ങൾക്ക് അധികാരമുള്ളൂ. കാരണം അത് അന്ന് അടിയന്തരാവസ്ഥക്കെതിരായി പോരാടിയതും ജയിലിൽ പോയതും മർദ്ദനമേറ്റതും ഞങ്ങളാണ് സാർ. നിങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിങ്ങൾ പിന്മാറിയവരാണ്. അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങളാണ് ജയിലിൽ പോയവർ, ഞങ്ങളാണ് പോരാടിയവർ. അന്ന് RSSന്റെ കൂടെ ഇവരുണ്ടായിരുന്നത്. അന്ന് RSSന്റെ കൂടെ ഇവരുണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയെ എതിർക്കാൻ ആ നിലയിൽ അങ്ങനെ രാഷ്ട്രീയ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ജയിലിൽ പോയവരാണ്. BJP ജയിലിൽ പോയിട്ടുണ്ട്. അന്ന് പൂർണ്ണമായി പ്രതിപക്ഷ നിരയെ ഒതുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഞാൻ ചോദിക്കട്ടെ, ഈ 10 കൊല്ലക്കാലത്തെ ഭരണത്തിൽ BJP-ക്ക് എന്താണ് റാങ്ക് ഉള്ളത്? മാധ്യമ സ്വാതന്ത്ര്യം BJP അനുവദിക്കുന്നത് എത്രയാണ് കിടക്കുന്നത്? ഏത് നിലയിലാണ് കിടക്കുന്നത്? അല്ല, നമ്മളെ CPM അല്ല വിലയിരുത്തിയത്. പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ നടത്തുകയും ഭരണഘടനയെ മരവിപ്പിക്കലും ഒരു രീതിയാണ്. പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ മരവിപ്പിക്കൽ തുല്യമായ രീതിയിലേക്ക് അശ്മി, പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കാൻ കഴിയില്ല. പ്രഖ്യാപിച്ചേ സാധിക്കും. 1. 2, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമെടുത്ത ഏതേത് ഭരണപരമായ നടപടികളെയാണ് ഇവർ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാതിരുന്നത്? ഏതേത് നടപടിയെ? എല്ലാ നടപടികളും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. പരമാവധി രാത്രി 12 മണിക്ക് വേണമെങ്കിൽ 12 മണിക്ക് പോകാൻ ഇവർക്ക് NGO-കളുടെ നീണ്ട പടയുണ്ടായിരുന്നു. ഇവര് പോയിട്ടും ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി എല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിട്ടുണ്ട്. 1. 2, ഇത് അദ്ദേഹം ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഏക സിവിൽ കോഡിനെ വേണമെന്ന് പറഞ്ഞ് വാദിച്ചിരുന്നവർ ഇപ്പൊ എങ്ങനെ നിലപാട് മാറ്റിയത്? അത് ഭരണഘടനയുള്ളതല്ലേ സാർ? ഭരണഘടനാ ശില്പികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദമല്ലേ സാർ? ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ BJP-യുടെ നിലപാടും യൂണിഫോം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉണ്ടായിട്ടുള്ളൂ.